പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പേജ് നമ്പർ 15 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4 years ago, Rahim's age was 3 times the ages of Ramu. After 2 years, this would become 2 times. What are their ages now? നമുക്ക് എന്ത് ചെയ്യാം? റഹീമിൻ്റെ ഏജ് എക്സ് ആയിട്ടും രാമുവിൻ്റെ ഏജ് ഞാൻ വൈ ആയിട്ടും എടുക്കുന്നുണ്ട്. അപ്പം പ്രസൻറ്റ് ഏജ് ആണ് എടുക്കുന്നത് കേട്ടോ. പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം ഈക്വൽ ടു എക്സ്. ഇനിയോ പ്രസൻറ്റ് ഏജ് ഓഫ് രാമു ഈക്വൽ ടു വൈ. പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം എക്സും പ്രസൻറ്റ് ഏജ് ഓഫ് രാമു വൈ ആയിട്ട് എടുത്തു. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? 4 years ago റഹീം ഏജ് എത്രയായിരിക്കും? 4 years ago റഹീംസ് ഏജ് 4 years ago റഹീം ഏജ് എക്സ് മൈനസ് 4 അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 years ago രാമൂസ് ഏജ് എത്രയായിരിക്കും? y മൈനസ് 4 ആയിരിക്കും അല്ലേ? ആ ഏജ് എന്ന് പറയുന്നത് ആ സമയത്ത് റഹീമിന്റെ ഏജ് എത്രയാണ്? അതായത് 4 വർഷം മുന്നേ രാമുവിന്റെ ഏജിന്റെ 3 times 3 ഇരട്ടിയാണ്. അപ്പൊ 3 into y മൈനസ് 4. ഇത് ക്ലിയർ അല്ലേ? അതായത് നമ്മള് പ്രസന്റ് ഏജ് എക്സ്, റഹീമിന്റെ പ്രസന്റേജ് എക്സും രാമുവിന്റെ പ്രസന്റേജ് വൈ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 4 years ago റഹീം ഏജ് എത്രയാണ്? എക്സ് മൈനസ് 4 ആണ്. ആ സമയത്ത് രാമുവിന്റെ ഏജിന്റെ 3 ഇരട്ടി വയസ്സാണ് ആയിരിക്കും ആയിട്ടുള്ളത്? റഹീമിന് ആയിട്ടുള്ളത്. അപ്പം എക്സ് മൈനസ് 4 ഈക്വൽ ടു 3 into y മൈനസ് 4 ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് മൈനസ് 4 ഈക്വൽ ടു ബ്രാക്കറ്റിന് പുറത്തൊരു 3 ഉണ്ട്, ബ്രാക്കറ്റിനുള്ളിൽ y മൈനസ് 4 ആണുള്ളത്. അപ്പൊ നമുക്ക് അതിൽ ഓരോ ടേം കൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 3 into y 3y മൈനസ്, അതായത് 3 into മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 12 ആണ് ആൻസർ. ഓക്കെ അല്ലേ? എക്സ് മൈനസ് 4 അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മൈനസ് 3y ഇങ്ങോട്ടേക്ക് കൊണ്ടിരുന്നുണ്ട്. സോറി, പ്ലസ് 3y. ഇവിടെ മൈനസ് 3y അല്ല, പ്ലസ് 3y ആണെന്നുള്ളത്. അതിന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മൈനസ് 3y ആയി. ഈക്വലിന് അപ്പുറം എന്താ ഉള്ളത്? ഒരു മൈനസ് 12 മാത്രമാണ് ഉള്ളത് അല്ലേ? ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു മൈനസ് 4 ഈക്വലിന് ഇപ്പുറം ഉണ്ട്, അതിന് ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വേരിയബിൾ മാത്രമായി അപ്പുറത്തെ നമ്പേഴ്സ് മാത്രമാവും. എന്തൊരു എക്സ് മൈനസ് 3y ഈക്വൽ ടു അപ്പുറത്ത് എന്തുള്ള മൈനസ് 12 ആണ്. ഇവിടെ മൈനസ് 4 ഈക്വലിന് അപ്പുറം പോകുമ്പോൾ പ്ലസ് 4 ആയിട്ട് മാറും അത്. അപ്പം എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8 പ്ലസ് മൈനസ് 12 പ്ലസ് 4 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 8 കിട്ടും. കാരണം 12 2 ഡിഫറെന്റ് സൈനാണ്. അപ്പൊ എന്ത് ചെയ്യാ? 12 4 മൈനസ് ചെയ്യുക, അതായത് വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഏതാണ് അത് ഇട്ട് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ എക്സ് മൈനസ് 3y ഈക്വൽ ടു മൈനസ് 8 എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കാം. അടുത്ത എന്താണ് പറയുന്നത്? ആഫ്റ്റർ 2 years അല്ലെ? ആഫ്റ്റർ 2 years അപ്പൊ റഹീമിന്റെ ഏജ് എന്തായിരിക്കും? റഹീംസ് ഏജ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആയിരിക്കും അല്ലെ? അപ്പം അതേപോലെ തന്നെ ആഫ്റ്റർ 2 year രാമുവിന്റെ ഏജ് എന്തായിരിക്കും? y പ്ലസ് 2 അല്ലെ? ആഫ്റ്റർ 2 year അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റഹീമിന്റെ ഏജ് എന്ന് പറയുന്നത്, അതായത് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് രാമുവിന്റെ ഏജിന്റെ 2 times ആണ്. അതായത് 2 വർഷം കഴിയുമ്പോഴാണ് ഇത് പറയുന്നത് 2 times രാമൂസ് ഏജ്. അപ്പോൾ y പ്ലസ് 2 ആണ്. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് 2 നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 into y 2y പ്ലസ് 2 into 2 4 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വേരിയബിൾസ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, നമ്പേഴ്സ് അപ്പുറം കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് വരും? എക്സ് ഈ പ്ലസ് 2y ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2y ആയി. ഈക്വൽ ടു അവിടെ ഒരു പ്ലസ് 4 ഉണ്ട്, ഈ പ്ലസ് 2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 2 ആയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x minus 2y equal to 4 minus 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 2 ആണ് അല്ലേ? പ്ലസ് 2 ആണ്.
അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു കിട്ടിയത്? എക്സ് മൈനസ് 3y ഈക്വൽ ടു -8. ദെൻ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെ വൈന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ഡയറക്റ്റ് മൈനസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഏതാണ് വലുത് അതിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 എന്ത് കിട്ടും? ഇക്വേഷൻ നമ്പർ 2 എന്താണ്? എക്സ് മൈനസ് 2y അല്ലെ? ലെഫ്റ്റ് സൈഡ് നമുക്ക് ആദ്യം നോക്കാം. മൈനസ് ഇക്വേഷൻ നമ്പർ 1 എന്താണ്? എക്സ് മൈനസ് 3y അല്ലെ? ഈക്വൽ ടു ഇവിടെ +2 ആണ്. അവിടെ എന്താണ്? മൈനസ്, അവിടെ -8 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ എക്സ് മൈനസ് 2y, ഇവിടെ ഒരു മൈനസ് ബ്രാക്കറ്റിന് പുറത്തുണ്ടതിന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് കയറ്റാം. അതായത് മൈനസ് എല്ലാം പ്ലസ് ആവും, പ്ലസ് എല്ലാം മൈനസ് ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഇവിടെ -x + 3y ആയി മാറും. ഈക്വൽ ടു 2 മൈനസ് -8 എന്ന് പറഞ്ഞാൽ ആൻസർ 2 + 8 ആണ്. 2 + 8 എന്ന് പറഞ്ഞ ആൻസർ 10 ആയിരിക്കും. നമുക്ക് ഇത് അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് മൈനസ് എക്സ് 0 ആയി. -2y + 3y എന്തായിരിക്കും? y. അപ്പൊ y ഈക്വൽ ടു എത്ര കിട്ടി? 10 കിട്ടി അല്ലെ? അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? y ഈക്വൽ ടു 10 കിട്ടി. അതിന് ഞാൻ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം y ഈക്വൽ ടു 10 ഇൻ ഇക്വേഷൻ 1ൽ കൊടുക്കാം. എന്ത് കിട്ടും? എക്സ് മൈനസ് 3 × 10 ഈക്വൽ ടു -8. അപ്പൊ എന്ത് വരും? എക്സ് മൈനസ് 30 ഈക്വൽ ടു -8. അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് ഈക്വൽ ടു -8 + 30 എന്ന് കിട്ടും അല്ലെ? എത്ര കിട്ടി? -8 + 30 എന്ന് പറഞ്ഞാൽ 22. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 20 കിട്ടി. ക്ലിയർ? അടുത്തത് നമുക്ക് എന്ത് എഴുതണം? പ്രസന്റ് ഏജ് ഓഫ് അല്ലെ? പ്രസന്റ് ഏജ് ഓഫ് റഹീം ഈക്വൽ ടു എത്രയാണ്? 22. എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് രാം ഈക്വൽ ടു 10. ക്ലിയർ അല്ലേ? പേജ് നമ്പർ 18 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദി ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ 3 ആംഗിൾസ്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? സ്മോളർ ആംഗിളിന്റെ ഡിഫറൻസ് എത്രയാണ്? 20 ഡിഗ്രി. മാത്രമല്ല തന്നിരിക്കുന്ന എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് അല്ലെ? റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതിന്റെ ഒരു ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് എന്തെടുക്കാം? സ്മോളർ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഒന്ന് നമുക്ക് എക്സ് ആയിട്ടും ഒന്ന് വൈ ആയിട്ടും നമുക്ക് എടുക്കാം. ഓക്കെ, ലെറ്റ് us ടേക്ക് സ്മോൾ ആംഗിൾസ് എക്സ് ആൻഡ് വൈ. ഒന്ന് എക്സും ഒന്ന് വൈ ആയിട്ട് എടുക്കാം അല്ലെ? പിന്നെന്താണ്? നമുക്കൊരു കണ്ടീഷൻ ഇവിടെ അറിയണം. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആയാലും ഏത് ട്രയാംഗിൾ ആയാലും ഒരു ട്രയാംഗിളിന്റെ ടോട്ടൽ ആംഗിൾ, ട്രയാംഗിളിന് എത്ര ആംഗിൾ ഉണ്ട്? ടോട്ടൽ 3 ആംഗിൾ ഉണ്ട്. ആ 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ ആൻസർ 180 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 180 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആംഗിളിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അത് 90 ഡിഗ്രിയാണ് ഒരു ആംഗിൾ. ബാക്കി 2 ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ടോട്ടൽ 180 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ. അതിന്റെ രണ്ടിന്റെ എക്സ് പ്ലസ് വൈ അല്ല വരുന്നത്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? ഇങ്ങനല്ല. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദി ഡിഫറൻസ് ഓഫ് 2 സ്മോളർ ആംഗിൾസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്നാണ്. അതായത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം, സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ ആയിട്ട് എടുക്കാം. അപ്പം എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് കിട്ടി. കാരണം 2 സ്മോളർ ആംഗിൾസിന്റെ ഡിഫറൻസ് 20 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അല്ലെ? അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം.
അടുത്ത എന്താണ് പറയുന്നത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ സമ്മ് എത്രയായിരിക്കും? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ആയാലും മറ്റേ ട്രയാങ്കിളിന്റെ ആയാലും ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ എല്ലാത്തിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞതുകൊണ്ട് അതെന്തായിരിക്കും? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ബാക്കി രണ്ട് ആംഗിളും കൂടി കൂട്ടിയാലാണ് 90 ഡിഗ്രി. അങ്ങനെ ടോട്ടൽ 180 ഡിഗ്രി കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതെന്താ എഴുതാം? എക്സ് പ്ലസ് വൈ പ്ലസ് 90 ഡിഗ്രി ഈക്വൽ ടു കൂടി കൂട്ടിയാൽ ഇതിന്റെ റീസൺ എന്താണ്? സം ഓഫ് ആംഗിൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? ഈക്വൽ ടു 180 ഡിഗ്രി. ഇതാണ് റീസൺ. എക്സ് പ്ലസ് വൈ പ്ലസ് 90 എന്ന് പറയുന്നത് 180 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180. ഈ 90 അങ്ങോട്ടേക്ക് പോകുമ്പോൾ -90 ആയി അല്ലെ? അപ്പൊ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 മൈനസ് 90 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ് അല്ലെ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലെ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 ഡിഗ്രി. സെക്കൻഡ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ രണ്ടിന്റെ സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയാൽ മതി, ഒന്നെങ്കിൽ എക്സ് വൈ. ഞാനിവിടെ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 which implies x plus y equal to 90 degree അല്ല? അപ്പൊ x plus y minus of x minus y equal to 90 minus 20. x plus y ഇവിടെ മൈനസ് ഉണ്ട്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ ആവും. ഈക്വൽ ടു 90 മൈനസ് 20 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 70 ആണ്. അപ്പൊ ഇവിടെ ഒരു എക്സ് മൈനസ് എക്സ് അത് ക്യാൻസൽ ആയി. വൈ പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായി? 2y ആയി. 2y ഈക്വൽ ടു 70 ഡിഗ്രി അല്ലെ? അങ്ങനെയാണെങ്കിൽ വൈ എത്രയായിരിക്കും? വൈ ഈക്വൽ ടു 35 ഡിഗ്രി അല്ലെ? ഇനി വൈ ഈക്വൽ ടു 35 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ വൈ ഈക്വൽ ടു 35 ഡിഗ്രി ഇൻ ഇക്വേഷൻ 1 കൊടുക്കുന്നുണ്ട് ഞാൻ. എന്ത് കിട്ടും നോക്കിക്കോ? എന്ത് കിട്ടും? ആദ്യത്തെ ഇക്വേഷൻ എക്സ് മൈനസ് വൈ എന്നല്ലേ ഉള്ളത്. അപ്പൊ എക്സ് മൈനസ് 35 ഡിഗ്രി ഈക്വൽ ടു 20 ഡിഗ്രി. Therefore x equal to 20 degree minus 35 equal അപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് 35 ആവും. പ്ലസ് 35 ഡിഗ്രി. അപ്പൊ എത്രയായി? 20 പ്ലസ് 35 55 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് കിട്ടി, വൈ കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? സ്മോളർ ആംഗിൾസ് അല്ലെങ്കിൽ ആംഗിൾസ്, എല്ലാ ആംഗിൾസും അല്ലേ കാണാൻ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ആംഗിൾസ് ഏതെല്ലാം? എക്സ് എത്രയാണ്? 55 ഡിഗ്രി. വൈ എത്രയായിരുന്നു? 35 ഡിഗ്രി. അടുത്തൊരു ആംഗിൾ എത്രയാണ്? റൈറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ വേറെ ഒന്നും നോക്കാനില്ല, 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?